ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡിഷാണ്. 5-10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഉരുളക്കിഴങ്ങ് ഒരു 4 ഒരു സബോള, കുറച്ച് ചിക്കൻ പീസസ്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 2-3 പച്ചമുളക്, പിന്നെ ഒരു മുറി തേങ്ങയാണ്. തേങ്ങ നമ്മൾ നല്ലപോലെ അരച്ച് 2-ാം പാലും 1-ാം പാലും വേർതിരിക്കണം. പിന്നെ വേണ്ടത് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളകുമാണ്. ഇതെല്ലാം കൂടി നമ്മൾ കുക്കറിലിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് 2-ാം പാലിൽ നമ്മൾ വേവിക്കണം. ഒറ്റ വിസിൽ മതി. അതിനിടയ്ക്ക് നമുക്ക് കശുവണ്ടി പരിപ്പ് നല്ലപോലെ പൊടിച്ച് മിക്സിയിൽ അരച്ച് വെള്ളം ചേർത്ത് പാല് പോലെ ആക്കണം. അപ്പോൾ നമ്മുടെ കുക്കറിലുള്ള ഐറ്റംസ് എല്ലാം വെന്ത് വന്നിരിക്കുകയാണ്. ഒരു വിസിൽ കൊണ്ട് തന്നെ നന്നായി വേവും കേട്ടോ. അപ്പോൾ അത് തൻപാൽ ആദ്യം തന്നെ ഒഴിക്കുക, തേങ്ങേൻ്റെ പാല് തലപ്പാൽ ആദ്യം തന്നെ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കശുവണ്ടി പരിപ്പ് അരച്ചത് ഒഴിക്കുക. നല്ലപോലെ തിളയ്ക്കാൻ ഒഴിക്കുമ്പോൾ കറി ഒന്ന് കൊഴുത്ത് കിട്ടും. പിന്നെ കടായി അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിനകത്ത് ഉണക്കമുന്തിരി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലോട്ടിട്ട് വെള്ളം തുറന്നിട്ട് ഇതിനോട്ടിട്ട് ഒന്ന് വറുത്ത് കോരണം. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് നല്ലപോലെ ഇങ്ങനെ ചൂട് തട്ടുമ്പോൾ തന്നെ ഉരുണ്ട് വരും. അപ്പോൾ നമ്മളത് വറുത്ത് കോരുക. അത് ഈ കരിയാനൊന്നും നിൽക്കരുത്. 1 ടീസ്പൂൺ കടുക് ഇടുക, അതിലേക്ക് തന്നെ ഉണക്കമുളക് ഒരെണ്ണം ഇടുക, പിന്നെ കുറച്ച് കറിവേപ്പില ഇടുക. ഇത് താളിക്കാനാണ്. താളിച്ച് വരുമ്പം നമുക്ക് നമ്മൾ സെറ്റായിരിക്കുന്ന കറിയിലേക്ക് നമ്മൾക്കിത് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് വറുത്ത് വെച്ചിട്ടുള്ള ആ മുന്തിരിയും ഇതിനകത്തോട്ട് ഇടാം. നമ്മൾ ഇളക്കി ഒഴിച്ച് നമ്മളെ കറി സെറ്റായിരിക്കുകയാണ്. ഇത് എല്ലാ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാനിന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇടിയപ്പത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. ഒരുപാട് പേർക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഇത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ട് ആരും ഉണ്ടാക്കാറില്ല. അപ്പോൾ ശരി, ഓക്കെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല ഐറ്റംസ് കാണുന്നതാണ്.